ഇതാ പുതിയ പാർട്ടി വന്നിരിക്കുന്നു, CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ കൂറ ജനതാ പാർട്ടി. കേൾക്കുമ്പോൾ ഇതൊരു കോമഡിയോ പ്രാങ്കോ ഒക്കെ ആയി തോന്നും, എന്നാൽ കാര്യം അത്ര സിമ്പിളല്ല. ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങി വെറും 5 ദിവസം കൊണ്ട് 15 മില്യൺ ഫോളോവേഴ്സ് അഥവാ 1.5 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളായ BJPയുടെയും കോൺഗ്രസിന്റെയും ഫോളോവേഴ്സിനെ കടത്തിവെട്ടി എന്നുള്ളതാണ്. ഈ കൂറകളുടെ പാർട്ടി എന്താണ് ഇതിന് പിന്നിലെ സ്പാർക്ക് നോക്കാം നമുക്ക്. വെൽക്കം ബാക്ക് ടു സ്കിൽ ആൻഡ് സ്പാർക്ക്. സത്യത്തിൽ ഈ പാർട്ടി ഉണ്ടായ കഥയറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഇതൊരു വിദേശ പാർട്ടിയോ വെറുമൊരു ട്രോൾ ഗ്രൂപ്പോ അല്ല. ഭാരതത്തിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിന്ന് വീണ ഒരു തീപ്പൊരിയിൽ നിന്നാണ് ഈ പാർട്ടി തുടക്കം കുറിച്ചത്. ഈ കഴിഞ്ഞ മെയ് 15 സുപ്രീം കോടതി ജസ്റ്റിസ് രാജ്യത്തെ യുവാക്കളെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തി. രാജ്യത്ത് ജോലിയും കൂലിയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുവാക്കളെ കോക്രോച്ച് കൂറകൾ അഥവാ പാരസൈറ്റുകൾ എന്നാണ് അദ്ദേഹം ഉപമിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്ത് തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമായി നിലകൊള്ളുന്ന സമയത്ത് അതിന് പരിഹാരം കാണേണ്ടവർ തന്നെ യുവാക്കളെ ഇങ്ങനെ പരിഹസിച്ചാൽ സഹിക്കാൻ കഴിയുമോ? ഇതിന് മറുപടിയായി അഭിജിത്ത് ദീപ് എന്ന ഒരു യുവാവ് ഒരു തകർപ്പൻ കൗണ്ടർ അടിച്ചു. നിങ്ങൾ ഞങ്ങളെ കൂറകൾ എന്ന് വിളിച്ചോളൂ, എന്നാൽ ഞങ്ങൾ കൂറകളുടെ ഒരു പാർട്ടി തന്നെ രൂപീകരിക്കും. അങ്ങനെയാണ് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. തുടക്കത്തിൽ ഇത് വെറും ഒരു ട്രോൾ മാത്രമായിരുന്നെങ്കിലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ 5 രാഷ്ട്രീയ അഴിമതികൾക്കെതിരെയുള്ള കൃത്യമായ മറുപടിയാണത്. ഒന്നാമത്തേത് നീതിപീഠത്തിന്റെ സ്വാതന്ത്ര്യം. വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാഷ്ട്രീയ പദവികളോ നിയമസഭാ സീറ്റുകളോ നൽകരുത്. 2, തിരഞ്ഞെടുപ്പ് സുതാര്യത. വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുന്ന ഉദ്യോഗസ്ഥരെ നിയമപരമായി ശിക്ഷിക്കുക. 3, വനിതാ സംവരണം. നിലവിലുള്ള സീറ്റുകളിൽ വനിതകൾക്ക് 50% സംവരണം നൽകുക. 4, മാധ്യമ ശുദ്ധീകരണം. വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളെ നിയമപരമായി ശിക്ഷിക്കുക. 5, പാർട്ടി മാറൽ നിരോധനം. അധികാരത്തിനും പണത്തിനും വേണ്ടി പാർട്ടി മാറുന്ന രാഷ്ട്രീയക്കാർക്ക് 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ വിലക്ക് ഏർപ്പെടുത്തുക. വെറും 5 ദിവസം കൊണ്ട് ഇതിനുണ്ടായ മൂവ്മെന്റ് ഇത് വെറും തമാശയല്ല എന്നതിനുള്ള തെളിവാണ്. പരീക്ഷാ അട്ടിമറികളും തൊഴിലില്ലായ്മയും കണ്ടുമടുത്ത യുവാക്കളുടെ ഉള്ളിലെ കനലാണിത്. ഈ ഡിജിറ്റൽ പ്രതിഷേധം കണ്ട് പേടിച്ചിട്ടാണോ എന്തോ ഇതിന്റെ വെബ്സൈറ്റുകളും പേജുകളും ചിലർ ഹാക്ക് ചെയ്യാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടുക്കൻ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ദിസ് ഈസ് സ്കിൽ ആൻഡ് സ്പാർക്ക്.